വാഴ കുലച്ചു നിൽക്കുകയാണ്. വെറും കുലയല്ല, ഒരു നല്ല നാടൻ കുല. നിന്നെ ഉണ്ടാക്കിയ സമയത്ത് രണ്ട് വാഴ നട്ടാൽ മതിയായിരുന്നു. ഇത് ആണുങ്ങളുടെ കഥയാണ്. ഒരു വിഭിന്ന ടച്ച് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ള ആളുകളെ തങ്ങളുടെ സിനിമയിൽ കഥാപാത്രങ്ങളാക്കി മാറ്റുമ്പോൾ ആ സിനിമയ്ക്കുണ്ടാകുന്ന ഹൈപ്പ്, ആ സിനിമയ്ക്കുണ്ടാകുന്ന റീച്ച്, സിനിമയുടെ സംഗീതം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ കോമഡിയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ സിനിമയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു ഒഴുക്കൻ മട്ടിലുള്ള ക്ലൈമാക്സിന് പകരമായി മറ്റെന്തെങ്കിലും ഒന്ന് ചിന്തിക്കുമായിരുന്നുവെങ്കിൽ. വാഴ എ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്ന ടാഗ്ലൈനോട് കൂടി പുറത്തു വന്ന സിനിമയ്ക്ക് പറയാനുള്ളത് ഒരു കൂട്ടം വാഴകൾ ചേർന്ന് ഒരു വലിയ വാഴത്തോട്ടം ഉണ്ടാക്കുന്നതിന്റെ കഥയാണ്. ആ വാഴത്തോട്ടത്തിലേക്ക് നമ്മളെ എല്ലാവരെയും നയിച്ചുകൊണ്ട് പോകുവാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം. എന്താണ് വാഴ, അല്ലെങ്കിൽ ആരാണ് വാഴ? ഈ വാഴപ്രയോഗം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ സ്വാഭാവികമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു വാഴ എന്നാൽ പ്രായപൂർത്തി ആയതിനു ശേഷവും സ്വന്തം മാതാപിതാക്കളുടെ തണലിൽ ഒരു വേലയ്ക്കും കൂലിക്കും പോകാതെ തിന്നും കുടിച്ചും അങ്ങ് ജീവിക്കുന്ന, ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ എന്ന പ്രയോഗമാണ്. ഇത് ഉണ്ടാക്കിയത് നമ്മുടെ ന്യൂജൻ കാലഘട്ടത്തിലാണെന്ന് പറയാൻ സാധിക്കില്ല. അതിനു മുൻപ് തന്ത വൈബ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ മുതിർന്ന ആളുകൾ സ്വന്തം മക്കളെ കുറിച്ച് പറഞ്ഞ ഒരു പഴൻമൊഴിയിൽ നിന്നാണ് വാഴ എന്ന പ്രയോഗം ഉണ്ടാകുന്നത്. അതായത്, നിന്നെ ഉണ്ടാക്കിയ സമയത്ത് രണ്ട് വാഴ നട്ടാൽ മതിയായിരുന്നു എന്ന പ്രയോഗം. ഇത്തരത്തിലുള്ള പറച്ചിലിൽ നിന്നാണ് ഈ സിനിമയുടെ കഥാഗതി മുന്നോട്ട് പോകുന്നത്. നിന്നെ ഉണ്ടാക്കിയ സമയത്ത് ഒരു വാഴ നട്ടാൽ മതി എന്ന് രോദനം പ്രകടിപ്പിക്കുന്ന ഒരച്ഛന്റെ മാനസിക നിലയും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു യുവാവിന്റെ മാനസിക നിലയും തമ്മിലുള്ള തുലനമാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് പറയാനുള്ളത് സമൂഹത്തോടാണ്. നിങ്ങൾ വാഴയെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന, നിങ്ങൾ വാഴയെന്ന് വിളിച്ച് മാനസികമായി തളർത്തുന്ന ഒരു പറ്റം യുവാക്കൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ള കുറച്ച് കഥകളാണ് വാഴ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. 25 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കേരളത്തിലെ ഒരു ശരാശരി യുവാവിന്റെ ജീവിതത്തിലൂടെ അയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ജീവിത സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട് ഈ സിനിമയിലെ പല സീക്വൻസുകളും. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടയിൽ നിന്ന് വാഴ എന്ന ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നത് അങ്ങേയറ്റം വലിയ ഒരു പ്രേക്ഷക പ്രീതി തന്നെയാണ്. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ബിപിൻ ദാസ് പ്രൊഡ്യൂസറായി വരുന്ന ഈ സിനിമയ്ക്ക് ഒരു ബിപിൻ ദാസ് ടച്ച് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സിനിമയുടെ തന്നെ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ ബി ഫോർ വാഴ, ബി ഫോർ ബിപിൻ ദാസ് എന്ന് ഇതിലെ താരങ്ങളെല്ലാം ഒന്നിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗമാണ് ഈ സിനിമ കാണുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. കാരണം സിനിമയിലുടനീളം ബിപിൻ ദാസിന്റെ സിനിമ പരിചയം, അല്ലെങ്കിൽ ഒരു സിനിമയോടുള്ള അയാളുടെ അപ്രോച്ച് നിഴലിച്ചു നിൽക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. ഒരു കൂട്ടം മനുഷ്യരുടെ ജനനം തൊട്ട് അവരുടെ യൗവനകാലം വരെയുള്ള കഥാപരിസരമാണ് സിനിമയ്ക്ക് പറയാനുള്ളത്. ഈ ഒരു സമയത്തെ അവരുടെ വളർച്ചയും അതിനിടയിൽ അവർ നേരിടുന്ന സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടവും അതിനു ശേഷം ഉണ്ടാകുന്ന കോളേജ് കാലഘട്ടവും കോളേജ് കാലഘട്ടത്തിന് ശേഷം ഉണ്ടാകുന്ന ജോലിക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിലുകളുമാണ് സിനിമയുടെ പശ്ചാത്തലം. തിയേറ്ററിൽ സിനിമ പടർത്തിയ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലേക്ക് സിനിമ കടക്കുമ്പോൾ നർമ്മത്തിന്റെ ഒരു ലാഞ്ചന വിട്ട് അത് പതിയെ ഒരു ഇമോഷണൽ ഡ്രാമയിലേക്ക്, ഒരു സെന്റിമെന്റൽ ഡ്രാമയിലേക്ക് കടക്കുന്നത് പോലെ തോന്നി. അച്ഛൻ മകൻ ഇമോഷണൽ കണക്റ്റിനെ, അവർ രണ്ടുപേരും തമ്മിലുള്ള വൈകാരികമായ അടുപ്പത്തെ അങ്ങേയറ്റം സൂക്ഷ്മതയോടെയാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം എടുത്തു കാണേണ്ടതാണ് കാസ്റ്റിംഗിന്റെ കാര്യവും. മലയാള സിനിമയിലെ തലമുതിർന്ന അഭിനേതാക്കളിൽ ഒരാളായ ജഗദീഷും കോട്ടയം നസീറും അടക്കമുള്ളവരാണ് ഇതിൽ അച്ഛന്മാരുടെ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. മക്കളുടെ വേഷം കൊടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നവർക്കാണ്. ഈ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ള ആളുകളെ തങ്ങളുടെ സിനിമയിൽ കഥാപാത്രങ്ങളാക്കി മാറ്റുമ്പോൾ ആ സിനിമയ്ക്കുണ്ടാകുന്ന ഹൈപ്പ്, ആ സിനിമയ്ക്കുണ്ടാകുന്ന റീച്ച് എന്നത് വളരെ വലുതാണ്. ഇത് കണക്കിലാക്കി തന്നെയാണ് സംവിധായകൻ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത് എന്ന് പ്രത്യേകം കാണേണ്ടതുണ്ട്. ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം പോലുള്ള സിനിമകൾ തൊട്ട് ഇങ്ങോട്ട് മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ താരമായിട്ടുള്ളവരെ സിനിമയിലും താരമാക്കുന്ന ഫോർമുല വിജയിച്ചതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വിജയം തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പ്രോമിസിംഗ് ആക്ടറുടെ ഉദയം ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, ജോമോൻ ജ്യോതിർ ആണ്. അങ്ങേയറ്റം ഹാസ്യാത്മകമായി സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ജോമോൻ ജ്യോതിറിന് ഒരു പ്രത്യേക കഴിവുണ്ട്. പണ്ട് കാലത്ത് ജഗതി ശ്രീകുമാരൊക്കെ കൈകാര്യം ചെയ്തിരുന്ന വേഷങ്ങൾ എത്രമാത്രം ഫ്ലെക്സിബിലിറ്റിയോടെ ആയിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്നത് എന്നോർത്ത് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ആ ഒരു അത്ഭുതത്തോടെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ജോമോൻ ജ്യോതിറിന്റെ അഭിനയ പ്രകടനങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ആണുങ്ങളുടെ കഥയാണ്. ആണുങ്ങളുടെ വികാര വിക്ഷോഭങ്ങളുടെ, അവരുടെ വൈകാരിക പ്രകടനങ്ങളുടെ, അവരുടെ വൈകാരികമായ അടിച്ചമർത്തലുകളുടെ, അവർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളുടെ ഒക്കെ കഥയാണിത്. ഈ സിനിമയിൽ വളരെ ചെറിയ പെൺവേഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പെൺവേഷങ്ങളിൽ
ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച മായ എന്ന കഥാപാത്രമാണ്. സ്വയം ഒരാണായി കാണാൻ ആഗ്രഹിക്കുന്ന, ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്യാൻ തനിക്കും ആവണം എന്ന് ആഗ്രഹിക്കുന്ന മായയുടെ കഥാപാത്രം കുറെ കൂടി പ്രാധാന്യം അർഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പ്രാധാന്യം നൽകുവാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചില്ല എന്നത് ഒരു പ്രത്യേകമായി എടുത്തു കാണേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ സംഗീതമാണ്. സിനിമയുടെ സംഗീതം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഒട്ടും സംശയമില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോമഡി രംഗങ്ങളാണ് സിനിമയെ പിടിച്ചു നിർത്തിയതും മുന്നോട്ട് കൊണ്ടുപോയതും. ഈ കോമഡിയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ സിനിമയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുള്ളൂ. സംഗീതത്തിൻ്റെതായ പശ്ചാത്തലമോ സംഗീതത്തിൻ്റെതായിട്ടുള്ള പുത്തൻ ഒരു പരീക്ഷണങ്ങളോ സിനിമയിലില്ല. അത് ഒരു പരാജയം തന്നെയാണ്. രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തോടെ ക്ലൈമാക്സോട് അടുക്കുന്ന ഭാഗങ്ങളിലെല്ലാം സിനിമ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ നിന്ന് വഴുതി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറെ കൂടി മികച്ച, കുറെ കൂടി കാച്ചിങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് സിനിമയ്ക്ക് കൊടുക്കാമായിരുന്നു. ഇത് സ്വന്തം അച്ഛന്മാർ എപ്പോഴും തങ്ങളെ ശകാരങ്ങളെ തങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ അച്ഛന്മാർ, അല്ലെങ്കിൽ മകന്റെ അച്ഛൻ മകനെ തിരിച്ചറിഞ്ഞു എന്നൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അച്ഛന്റെ മകൻ തിരിച്ചറിഞ്ഞു എന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയുന്നു എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുന്നു എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള ക്ലൈമാക്സിന് പകരമായി മറ്റെന്തെങ്കിലും ഒന്ന് ചിന്തിക്കുമായിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ചിന്തയ്ക്കോ അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് അന്വേഷിക്കുവാനോ തിരക്കഥാകൃത്തും സംവിധായകരും മുതിർന്നില്ല എന്നത് ഈ സിനിമയുടെ ഒരു പോരായ്മ തന്നെയാണ്. കുടുംബവും കുട്ടികളും ഒക്കെയായി തിയേറ്ററിൽ പോയി കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വാഴ ശരിക്കും ഒരു നല്ല പടം തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഒരു എന്റർടൈൻമെന്റ് മാനറിൽ ഈ സിനിമ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നോക്കുമ്പോൾ ആകെ മൊത്തത്തിൽ വാഴ കുലച്ചു നിൽക്കുകയാണ്. വെറും കുലയല്ല, ഒരു നല്ല നാടൻ കുല. വാഴ കുലച്ചു നിൽക്കുകയാണ്. വെറും കുലയല്ല, ഒരു നല്ല നാടൻ കുല. നിന്നെ ഉണ്ടാക്കിയ സമയത്ത് രണ്ട് വാഴ നട്ടാൽ മതിയായിരുന്നു. ഇത് ആണുങ്ങളുടെ കഥയാണ്. ഒരു വിഭിന്ന ടച്ച് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ള ആളുകളെ തങ്ങളുടെ സിനിമയിൽ കഥാപാത്രങ്ങളാക്കി മാറ്റുമ്പോൾ ആ സിനിമയ്ക്കുണ്ടാകുന്ന ഹൈപ്പ്, ആ സിനിമയ്ക്കുണ്ടാകുന്ന റീച്ച്, സിനിമയുടെ സംഗീതം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ കോമഡിയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ സിനിമയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു ഒഴുക്കൻ മട്ടിലുള്ള ക്ലൈമാക്സിന് പകരമായി മറ്റെന്തെങ്കിലും ഒന്ന് ചിന്തിക്കുമായിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു.